അമ്മ. രചന വിജയ് സത്യ. അച്ഛൻ എൻ്റേതു മാത്ര, ഇവിടെ കിടക്കേണ്ട, എൻ്റെ അച്ഛൻ്റെ കൂടെ കിടക്കണ്ട. അതും പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ ഉച്ചത്തിൽ ബഹളം വെച്ചു. ഹരിയുടെ കൂടെ കിടന്ന ഹിമ അവൻ്റെ പരാക്രമം കണ്ട് ഞെട്ടി ഉണർന്ന് അന്തം വിട്ടുപോയി. അച്ഛൻ ഹരിയുടെയും ഹിമയുടെയും ഗ്യാപ്പിൽ കയറി കിടന്നുകൊണ്ട് അവളെ കാലുകൊണ്ട് തള്ളി ബെഡിന് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുകയാണ് അവൻ. 3 വയസ്സേ ഉള്ളൂവെങ്കിലും നല്ല ആരോഗ്യമുള്ള അവൻ്റെ കുഞ്ഞിക്കാലുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പ്രഹരമേറ്റ് ഹിമയ്ക്ക് അവിടിവിടങ്ങളിൽ വേദനിച്ചു എന്ന് തോന്നുന്നു. അവൻ അവളുടെ ചന്തിക്കും നടുവിനും പുറത്തും ചവിട്ടുന്നുണ്ട്. വേദനിച്ചിടങ്ങളിൽ തടവിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടവൾ ചാടി എഴുന്നേറ്റു. കരഞ്ഞ് ബഹളം വയ്ക്കുന്ന അവനെ ഹരി വേഗം വാരിയെടുത്ത് ചുമലിലോട്ടിട്ട് കിടത്തി ആശ്വസിപ്പിച്ചു. അച്ഛൻ്റെ കൂടെ ആരും കിടക്കണ്ട, ഉണ്ണിക്കുട്ടൻ മാത്രം കിടക്കും. അവൻ അച്ഛനോട് പദം പറഞ്ഞ് കരഞ്ഞു. ആയുമോനെ, ആരും കിടക്കില്ല കേട്ടോ, കരയല്ലേ, വേഗം ഉറങ്ങും. അത് കേട്ട് അവൻ കരച്ചിൽ നിർത്തി. എങ്കിലും ഒച്ച വച്ച് കരഞ്ഞതിൻ്റെ സങ്കടവും ഏങ്ങലും മാറാൻ കുറച്ച് സമയമെടുത്തു. ഉറങ്ങിയില്ല. പിന്നെയും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. രാത്രി ഒരുപാടായി, മാണ്ടൂകൻ വരും, വേഗം ഉറങ്ങിക്കോ. വീടിന് പുറത്തെ നിശബ്ദത കാണിച്ച് ഹരി അവനെ പേടിപ്പിച്ച് ഉറക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഹരി ഹിമയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവളും പുഞ്ചിരിച്ചുകൊണ്ട് ഹരിയെ കുഴപ്പമില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ആശ്വസിപ്പിച്ചു. ഹിമ മുഷിയുമോ എന്ന ചെറിയൊരു ഉത്കണ്ഠ ഹരിക്കുണ്ട്. ഉറക്കം കണ്ണുകളിൽ വരുമ്പോഴാണ് ഹിമ പെട്ടെന്നുള്ള ഈ ആക്രമണവും ഇടിയും തൊഴിയും ബഹളവും കേട്ട് ഞെട്ടി ഉണർന്നത്. അവളുടെ മുഖത്ത് അല്പം മുഷിച്ചിൽ കാണുന്നുണ്ടോ എന്ന് ഹരി തിരഞ്ഞു. അന്ന് ഹരിയുടെ 2ാം കല്യാണത്തിൻ്റെ ആദ്യ രാത്രിയായിരുന്നു. അന്ന് രാത്രി അമ്മ ഉണ്ണിക്കുട്ടനെ അമ്മയുടെ കൂടെ കിടക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. എന്നും തൻ്റെ നെഞ്ചത്ത് കയറി കിടന്നുറങ്ങുന്ന അവന് അമ്മയുടെ അടുത്ത് പുതിയ ഉറക്കം പിടിച്ചിട്ടുണ്ടാവില്ല. അല്പം മുമ്പ് അമ്മയുടെ റൂമിൽ നിന്നും ബഹളം വച്ച് അവനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതായിരുന്നു. ഹിമയും ഹരിയും അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ബഹളം കേട്ട് ഉണർന്നെന്ന പോലെ കതക് തുറന്ന് അവനെ അകത്തേക്ക് വാങ്ങിച്ചു. കരയുന്ന അവനെ ഹരി തൻ്റെ ചുമരിൽ കിടത്തിയുറക്കാൻ അവനെയും എടുത്ത് റൂമിൽ 4 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉറങ്ങിയപ്പോൾ പതുക്കെ താഴെ അവൻ്റെ കുഞ്ഞു ബെഡ് വിരിച്ച് അതിൽ കിടത്തി ഇരിക്കുകയായിരുന്നു. എപ്പോഴോ ഉണർന്ന് ബെഡിലേക്ക് കയറി വരുമ്പോഴാണ് താനും ഹിമയും കിടക്കുന്നതിന് ഇടയിൽ വന്നു കിടന്ന് ഈ പരാക്രമം കാണിച്ചത്. സന്ധ്യ മുതൽ രാത്രി വരെ ഇടയ്ക്കിടെ ഹിമയുടെ അടുത്ത് തന്നെയായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് അമ്മ അങ്ങോട്ട് കൊണ്ടുപോയത്? അതാണ് അവനെ ചൊടിപ്പിച്ചത്. ഹിമ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ കിടത്തിയാൽ മതിയായിരുന്നു. തങ്ങളുടെ സ്വകാര്യതയ്ക്ക് ആദ്യ രാത്രി തന്നെ ഒരു വിഘ്നമാവേണ്ടെന്ന് കരുതിയാവും അമ്മ അങ്ങനെ ചെയ്തത്. അമ്മയുടെ കൂടെ കിടന്ന് ശീലിക്കട്ടെ എന്ന് താനും ഒരു നിമിഷം വിചാരിച്ചു. ഹിമയുടെ പൊന്നും പ്രൗഢിയും കണ്ടപ്പോൾ തൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയോ? അവനെ ഒഴിവാക്കി കിടത്തിയത് അത് തെറ്റായി പോയി എന്ന് തോന്നുന്നു. സത്യത്തിൽ അവന് ഒരു അമ്മയെ വേണമെന്ന തൻ്റെ ശക്തമായ ആഗ്രഹമാണല്ലോ ഈ വിവാഹം പോലും. ഹിമയ്ക്കും എല്ലാം അറിയാം. അമ്മയുടെയും തൻ്റെ ബന്ധുക്കളുടെയും പിന്നെ രജനിയുടെ മാതാപിതാക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയും മോന് വളർന്നു വരാൻ ഒരു അമ്മ അത്യാവശ്യമാണെന്നും തനിക്ക് തന്നെ തോന്നിയത് കൊണ്ടുമാണ് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് ഹിമയുടെ പ്രപ്പോസൽ വന്നത്. മദ്യപാനിയും മയക്കുമരുന്നിനും അടിമയായി കഴിയുന്ന ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയിരുന്ന ഹിമ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയായിരുന്നു. നിശ്ചയം കഴിഞ്ഞ് ഫോൺ വിളിയൊക്കെ ആയപ്പോഴാണ് എല്ലാ വിവരങ്ങളുടെയും യഥാർത്ഥ രൂപം അവളെ അറിയിച്ചത്. 3 വർഷമായി രജനിയുടെ ഗന്ധമുറങ്ങുന്ന ഈ റൂമിൽ താനും മോനും അവളുടെ സാരിയും ബെഡിൽ വിരിച്ച് കിടന്ന് അവളുടെ ഓർമ്മകളുമായി കഴിയുകയാണെന്നും മോനെ ഗർഭം ധരിച്ച നാൾ തൊട്ട് അവളെ മുട്ടാതെയും തട്ടാതെയും നടത്തിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്നിട്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി 7ാം മാസത്തിൽ അവളുടെ വീട്ടിൽ പോയ അവൾ 8ാം മാസത്തെ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ കാണിച്ച് അമ്മയും ഒന്നിച്ച് ഓട്ടോയിൽ വരുമ്പോഴാണ് ആ നശിച്ച ദുരന്തം തൻ്റെ ജീവിതത്തെ തകർത്തത്. അപകടത്തിൽ പരിക്കേറ്റ രജനിയുടെ നില ഗുരുതരമായപ്പോൾ അവളെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മോനെ പുറത്തെടുത്ത് അവൻ്റെ ജീവനെങ്കിലും രക്ഷിക്കുകയായിരുന്നു. ചോരക്കുഞ്ഞായ ഉണ്ണിക്കുട്ടനെ ഈ കൈകളിൽ ഏൽപ്പിച്ച് രജനി പോയി. പ്രിമച്ചർ ബർത്തായ അവനെ 2 മാസത്തോളം ഇൻക്യുബേറ്ററിൽ വച്ച് പരിചരിക്കേണ്ടി വന്നു. അവനെ സ്വന്തം മോനെ പോലെ നോക്കണം, അതേ ഉള്ളൂ തൻ്റെ ഒരേ ഒരു ആവശ്യം. അവൾക്കത് സ്വീകാര്യമായതിനാലാണ് താൻ ഈ വിവാഹത്തിന് ഒരുങ്ങിയത്. ഹരിയുടെ ചുമരിൽ കിടന്ന് മോൻ ഉറങ്ങി. ഹിമ അവനെ ഹരിയുടെ ചുമരിൽ നിന്നും അടർത്തിയെടുത്ത് ഒരു ഉമ്മ നൽകി. അവൾ അവനെ ബെഡിൽ തന്നെ കിടത്തി. എന്നിട്ട് അവളും അവനോട് ചേർന്ന് കിടന്നു. ഇനിയെന്നും മോൻ ഇവിടെ തന്നെ കിടക്കട്ടെ, അവൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം. ഇനി തൊട്ട് ഞാനാണ് ഇവൻ്റെ അമ്മ, ഇവൻ എൻ്റെ മോനും. എൻ്റെ സുഖത്തെ കരുതി മോനെ എന്നിൽ നിന്നും അകറ്റരുത്. സന്ധ്യയ്ക്ക് അവൻ എന്നോട് നന്നായി ഇണങ്ങിയതായിരുന്നു. ഹിമയുടെ വാക്ക് കേട്ട് ഹരിക്ക് സന്തോഷമായി.
ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.